1987 മമ്മൂട്ടിക്ക് 15 ചിത്രങ്ങളാണ് ഉണ്ടായിരുന്നത്. ആദ്യത്തെ റിലീസ് KG ജോർജിന്റെ കഥയ്ക്ക് പിന്നിൽ. ഫെബ്രുവരി 7 തിയേറ്ററിലെത്തിയ സിനിമ തിയേറ്ററിൽ പരാജയപ്പെട്ടു. അതേ ദിവസം തിയേറ്ററിലെത്തിയ കൊച്ചിൻ ഹനീഫയുടെ ഒരു സിന്ദൂരപ്പൊട്ടിന്റെ ഓർമ്മയ്ക്ക് 87 മമ്മൂട്ടിയുടെ മറ്റൊരു പരാജയമായി. ഫെബ്രുവരി 12 തിയേറ്ററിലെത്തിയ IV ശശിയുടെ ഇത്രയും കാലം വൻ പരാജയമായി മാറി. സത്യനന്ദിക്കാടിന്റെ ശ്രീധരന്റെ ഒന്നാം തിരുമുറിവ് ഫെബ്രുവരി 12 തിയേറ്ററിലെത്തിയ സിനിമ മമ്മൂട്ടിയുടെ ആ വർഷത്തെ 4ാമത്തെ പരാജയമായി. മാർച്ച് 20 തിയേറ്ററിലെത്തിയ പത്മരാജന്റെ നൊമ്പരത്തിപ്പൂവ് തിയേറ്ററിൽ പരാജയമായി. ഏപ്രിൽ 10 തിയേറ്ററിലെത്തിയ IV ശശിയുടെ അടിമകൾ ഉടമകൾ. മോഹൻലാൽ മമ്മൂട്ടി ടീം ഒന്നിച്ച ഈ സിനിമ തിയേറ്ററിൽ സൂപ്പർ ഹിറ്റായി. 7ാമത്തെ ചിത്രം മെയ് 8 തിയേറ്ററിലെത്തിയ അതിനുമപ്പുറം തിയേറ്ററിൽ വലിയ പരാജയമായി. മെയ് 29 തിയേറ്ററിലെത്തിയ കാലം മാറി കഥ മാറി 87 മമ്മൂട്ടിയുടെ വൻ പരാജയങ്ങളിൽ ഒന്നായി മാറി. ജൂലൈ 24 തിയേറ്ററിലെത്തിയ ജോഷിയുടെ ന്യൂഡൽഹി മമ്മൂട്ടിയുടെ മെഗാ ഹിറ്റ് ചിത്രമായി. തുടർ പരാജയങ്ങളിൽ നിന്നുള്ള മമ്മൂട്ടിയുടെ തിരിച്ചുവരവ് കൂടെയായ ഈ സിനിമ 87 മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ വിജയമായി മാറി. ഓഗസ്റ്റ് 14 തിയേറ്ററിലെത്തിയ സിബി മലയിലിന്റെ തനിയാവർത്തനം 87 മമ്മൂട്ടിയുടെ വിജയ ചിത്രങ്ങളിൽ ഒന്നായി മാറി. സെപ്റ്റംബർ 4 തിയേറ്ററിലെത്തിയ ഫാസിലിന്റെ മണിവത്തൂരിലെ 1000 ശിവരാത്രികൾ തിയേറ്ററിൽ വിജയം നേടി. സെപ്റ്റംബർ 4 റിലീസ് ചെയ്ത കൊച്ചിൻ ഹനീഫയുടെ ആൺകിളിയുടെ താരാട്ട് ശരാശരിയിൽ ഒതുങ്ങി. ഒക്ടോബർ 1 തിയേറ്ററിലെത്തിയ അടൂർ ഗോപാലകൃഷ്ണന്റെ അനന്തരം നിരൂപക പ്രശംസ നേടിയ ചിത്രമായിരുന്നെങ്കിലും തിയേറ്ററിൽ വലിയ പരാജയമായി. ഒക്ടോബർ 16 തിയേറ്ററിലെത്തിയ ആലപ്പി അഷ്റഫിന്റെ കൊട്ടും കുരവയും തിയേറ്ററിൽ വലിയ പരാജയം നേരിട്ടു. നവംബർ 27 തിയേറ്ററിലെത്തിയ IV ശശിയുടെ നാൽക്കവലയായിരുന്നു 87 മമ്മൂട്ടിയുടെ അവസാനത്തെ റിലീസ്. ചിത്രം തിയേറ്ററിൽ പരാജയപ്പെട്ടു.